കർഷകരുടെ സമരഭൂമിയിൽ നടൻ വിജയ് നടത്തിയ സന്ദർശനവും പ്രസംഗവും വൈറലാവുകയാണ് ഇപ്പോൾ. തമിഴക ബെക്ഷി കഴകം എന്ന പാർട്ടി രൂപീകരിച്ച് മാസങ്ങളായെങ്കിലും ജനകീയ സമരങ്ങളുടെ ഭാഗമായി വിജയ് എത്തുന്നത് ഇതാദ്യമാണ്. തന്റെ പുതിയ യാത്രയ്ക്ക് ഇതാണ് ശരിയായ സ്ഥലം എന്ന് കാഞ്ചീപുരം ജില്ലയിലെ പരന്തൂരിൽ നടത്തിയ പ്രസംഗത്തിൽ വിജയ് പറഞ്ഞു. ഇവിടെ പുതിയ വിമാനത്താവളം നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് സർക്കാർ. ഇതിനെതിരെ കർഷകരും നാട്ടുകാരും സമരത്തിലാണ്. നേരത്തെ വിജയ് സമരഭൂമി സന്ദർശിക്കാൻ ആലോചിച്ചിരുന്നുവെങ്കിലും അധികൃതരുടെ അനുമതി ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ സമരമേഖലയിൽ എത്തിയ വിജയ് വാഹനത്തിന് മുകളിൽ നിന്നാണ് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. ഈ അവസരത്തിൽ എം.കെ. സ്റ്റാലിന്റെ DMK സർക്കാരിനെതിരെ അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. TVKയുടെ പ്രഖ്യാപന വേളയിൽ വിജയ് നടത്തിയ പ്രസംഗം വലിയ ചർച്ചയായിരുന്നു. ഇതിനുശേഷം പൊതുവേദിയിൽ വിജയ് സമാനമായ പ്രസംഗം നടത്തുന്നതും ഇതാദ്യമാണ്. പ്രദേശവാസികളായ സമരക്കാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു വിജയ്. കൃഷിഭൂമി നികത്തി പുതിയ വിമാനത്താവളം വേണ്ടെന്ന് വിജയ് പറഞ്ഞു. മറ്റൊരു നല്ല സ്ഥലം സർക്കാർ കണ്ടെത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പരന്തൂരിൽ വരാനിരിക്കുന്ന വിമാനത്താവളത്തിനെതിരെ വർഷങ്ങളായി പ്രദേശവാസികൾ സമരത്തിലാണ്. 910-ാം ദിവസമായിരുന്നു വിജയുടെ ഈ സന്ദർശനം. താഴ്ന്ന പ്രദേശത്താണ് വിമാനത്താവളം വരുന്നത്. കൃഷിഭൂമിയാണെന്ന കാര്യവും വിജയ് ഓർമ്മിപ്പിച്ചു. താൻ വികസനത്തിന് എതിരല്ല, എങ്കിലും വിമാനത്താവളം ഇവിടെ വരരുത്. 90% കൃഷിഭൂമി നശിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ജനവിരുദ്ധ സർക്കാരിന് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ സാധിക്കൂ എന്നും വിജയ് കുറ്റപ്പെടുത്തി. സേലത്ത് 8 വരി എക്സ്പ്രസ് വേ വരുന്നത് DMK എതിർത്തിരുന്നു. കാട്ടുപള്ളി തുറമുഖ പദ്ധതിയും അവർ എതിർത്തു. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു നിലപാടും അധികാരം കിട്ടിയാൽ മറ്റൊരു നിലപാടുമാണ് DMK സ്വീകരിക്കുന്നത്. ഇരട്ട നിലപാട് ഒഴിവാക്കണം. പ്രതിപക്ഷത്തിരുന്നപ്പോൾ വലിയ കർഷക സ്നേഹം കാണിച്ചത് കാപട്യമാണെന്ന് ബോധ്യമായി എന്നും വിജയ് പറഞ്ഞു. വിമാനത്താവള പദ്ധതിക്ക് വേണ്ടി ഏറ്റെടുത്ത ഭൂമി ജനങ്ങൾക്ക് സർക്കാർ തിരിച്ചു കൊടുക്കണമെന്ന് വിജയ് ആവശ്യപ്പെട്ടു. കാഞ്ചീപുരം ജില്ലയിലെ പരന്തൂരിലുള്ള 13 ഗ്രാമങ്ങളെയാണ് പദ്ധതി ബാധിക്കുക. 4791 ഏക്കറാണ് പദ്ധതിക്ക് ആവശ്യം. ഇതിൽ 2605 ഏക്കറും കൃഷിഭൂമിയാണ്. അതേസമയം രാജ്യപുരോഗതിക്ക് വേണ്ടിയാണ് വിമാനത്താവളം വരുന്നതെന്ന് ധനമന്ത്രി തങ്കം തെന്നരസ് പ്രതികരിച്ചിരുന്നു. സമരക്കാരെ ആർക്കും കാണാം. തമിഴ്നാടിനു വേണ്ടി മാത്രമല്ല ഈ വിമാനത്താവളം, രാജ്യവികസനത്തിനാണ്. ചെന്നൈ വിമാനത്താവളത്തിൽ നിന്നും 70 കിലോമീറ്റർ അകലെയാണിത്. 2030ഓടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും 20,000 കോടി രൂപയാണ് ചിലവ് കണക്കാക്കുന്നതെന്നും പറഞ്ഞ അദ്ദേഹം പ്രതിവർഷം 10 കോടി യാത്രക്കാരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള വിമാനത്താവളമാകും ഇതെന്നും വ്യക്തമാക്കി. പരന്തൂർ ഗ്രീൻ എയർപോർട്ട് പ്രൊജക്ട് പ്രൊട്ടസ്റ്റ് ഗ്രൂപ്പും ഏകനാപുരം വില്ലേജ് റെസിഡൻസും ഫാർമേഴ്സ് വെൽഫെയർ ഫെഡറേഷനും പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്നും അറിയിച്ചിരുന്നു. ചെന്നൈയിൽ നിന്ന് 70 കിലോമീറ്റർ അകലെയുള്ള പദ്ധതി ഉപേക്ഷിക്കണമെന്നാണ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളോട് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. 20 വില്ലേജുകളിൽ നിന്നായി 5746 ഏക്കറിലാണ് 20,000 കോടി രൂപയുടെ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സർക്കാരിനോടുള്ള ഈ യുദ്ധത്തിൽ വിജയ് വിജയിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയാം.